വലുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല പോലെ നമ്മള് ഒന്നിൽ നിൽക്കുകയാണ്. ഡു മോർ മോർ മോർ. ബിസി ടോക്കിൽ ഇന്ന് ചൂസ് ചെയ്ത ടോപ്പിക് മാത്രമാണ് ഫ്യൂച്ചർ. എന്റെ ഗസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ബാഡ് കമന്റ് ഇടാതിരിക്കുക. ഇന്നത്തെ ശരിയല്ല നാളത്തെ ശരി. എന്ത് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേണം കൺസിഡർ ചെയ്യാം. ഞാനും ഫ്യൂച്ചർ സെലക്ട് ചെയ്താണ്, പ്ലാൻ ചെയ്ത പോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഞാൻ ആരോടും ഗിഫ്റ്റ് ചോദിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഫോക്കസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ നമ്മുടെ ലൈവ് സെക്ഷൻ ഉണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് എന്താകണം? ഫ്യൂച്ചറും ഏജും തമ്മിൽ പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല. ഫ്യൂച്ചറിൽ എന്താകണം, എന്ത് പഠിക്കണം, ഇറ്റ്സ് എ ഇന്ററാക്ഷൻ സെക്ഷൻ. ഓരോ വ്യക്തികളും ഭാവിയെ സ്വപ്നം കണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാലണ്ടർ ആദ്യം എടുത്ത് കത്തിക്കണം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഇവിടെ വന്ന ഓരോ പ്രവാസികൾക്കും അറിയാം ഫ്യൂച്ചറിൽ 10K ഫാമിലി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിസി ടോക്ക് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടും, ഇൻസ്റ്റാഗ്രാം കിട്ടും, ഫേസ്ബുക്ക് കിട്ടും, എൻ്റെ വാട്സപ്പ് കിട്ടും. നമ്മുടെ ലൈഫാണ് 24 അവർ. ഇഗ്നോർ ചെയ്യുമ്പം റിയാക്ടിങ്ങിനേക്കാളും പവറാണ് ചില സ്ഥലങ്ങളിൽ. ഇറിറ്റേഷൻ, ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഫ്യൂച്ചർ പ്ലാനാ. ആ ഒരു റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കല്പം ഇതൊന്നും വേണ്ട. ഫോക്കസ് ചെയ്യുക. ഓരോ ദിവസവും എണ്ണി നിങ്ങളുടെ ഫ്യൂച്ചർ മാത്രമാണ്. അതിനു വേണ്ടി തന്നെയാണ് ഓരോ ദിവസവും അവൻ എണീക്കുന്നത്. ഇവിടെ വന്ന് കമന്റ് ചെയ്യുന്ന മാന്യന്മാരോട് പറയാണ് ഗെറ്റ് ഔട്ട്. Myself Rak, I am from India, Kerala. This live session we can call BC Talk. BC Talk ആദ്യമായിട്ട് കാണുന്ന എത്ര പേരുണ്ട് ഇതില്? BC Talk എന്നുള്ള ഈ ടോക്ക് ഷോ ആദ്യമായിട്ട് കാണുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ BC Talk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോക്ക് ഷോ ആണ്. എൻ്റെ പേര് റാക്ക് എന്ന് വിളിക്കാം നിങ്ങൾക്ക്. സോ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ 10 മണി മുതൽ 11 മണി വരെയുള്ള ഈ ലൈവ് സെഷൻ നമുക്ക് BC Talk എന്ന് പറയാം. ഓക്കെ, എന്താണ് BC Talk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ബിസി ടോക്കാണ്. ബിസി ടോക്ക് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുക്കാറുണ്ട്. സോ ടോപ്പിക് സജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ലൈവ് വാച്ച് ചെയ്യുന്ന നിങ്ങളാണ് ടോപ്പിക് സജഷൻ ഇടേണ്ടത്. ടോപ്പിക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടോപ്പിക്കുമായി ഒരു 1 അവർ ഇവിടെ ടോക്ക് ഷോ ചെയ്യും. സോ ടോക്ക് ഷോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പീനിയൻസ് പറയാം. എല്ലാവർക്കും ഒരുമിച്ചെല്ലാം മൈക്ക് കൊടുക്കുക. ഓരോരോ ഗസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എൻ്റെ ലൈവിൽ ഗസ്റ്റ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് വയലേഷൻ കണ്ടന്റ് വേണ്ട, അഡോൾട്ട് കണ്ടന്റ് വേണ്ട, ആൻഡ് പൊളിറ്റിക്സ് വേണ്ട, ജനറൽ നോളജ് വേണ്ട. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, ഫ്രീ ആയിട്ടിരിക്കുന്നവർക്കും ഒരു ബിസി ലൈഫ് ഞാൻ വിഷ് ചെയ്യുകയാണ്. നല്ല ബിസി ലൈഫ് ആവട്ടെ. ഓക്കെ, സോ നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് എല്ലാവരുടെ പറയുകയാണ്, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള, ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്സ്. ഓക്കെ, സോ കുട്ടേട്ടൻ നല്ലൊരു ടോപ്പിക്കാണ് കിട്ടിയിരിക്കുന്നത്, ഡ്രീംസ്. എന്താണ് കുട്ടേട്ടൻ്റെ ഡ്രീം? ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ഉണ്ടാകും. ഡ്രീം നല്ലൊരു ടോപ്പിക്കാണ്. രാജേഷ് സുഖ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കമൻറ്റ് സജഷൻ വരേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ എല്ലാവരും. ലൈവിൽ ഇപ്പം 8 പേരാണ് വാച്ച് ചെയ്യുന്നത്. സ്വപ്നം, യെസ്, ദാറ്റ്സ് ഗുഡ്. ഡ്രീംസ് നല്ലൊരു ടോപ്പിക്കാണ്. ആൻഡ് അടുത്തത് ആരാണ്? അടുത്തത് എന്ത് ടോപ്പിക് സജഷനാണ് വരുന്നത്? നമുക്ക് അടുത്ത ആളുകളുടെ ടോപ്പിക് സജഷൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ പ്ലീസ് ഡു മോർ മോർ മോർ. ടോപ്പിക് സജഷൻ പോന്നോട്ടെ, ഒരുപാട് ടോപ്പിക്ക് പോരട്ടെ. ഡ്രീം എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്കാണല്ലേ. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളില്ലാത്തത് ആരുണ്ട്? സ്വപ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നേഹം ഇറ്റ്സ് ഗുഡ് ടോപ്പിക്. സ്നേഹിക്കുന്നതിനേക്കാളും സ്നേഹിക്കപ്പെടാനാണ് എനിക്കിഷ്ടം. ഓക്കെ, സോ സ്നേഹം നല്ലൊരു ടോപ്പിക്കാണ്, സ്വപ്നം നല്ലൊരു ടോപ്പിക്കാണ്, ഫ്യൂച്ചർ. സോ വി ഗെറ്റ് 3 ടോപ്പിക് സജഷൻ നൗ. 3 ടോപ്പിക് സജഷൻ എനിക്ക് കിട്ടിയത് കൊണ്ട് 3-1 നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 3ഉം നല്ല ടോപ്പിക്സ് ആണ് അല്ലേ? 3ഉം നല്ല ടോപ്പിക്സ് ആണ്. സോ ഞാൻ പറയുകയാണ്, പ്രണയം വേണ്ട. പ്രണയം നമുക്ക് തൽക്കാലത്തോട്ട് സ്നേഹം, പ്രണയമൊക്കെ ഒന്ന് തന്നെയെന്ന് അന്ന് ചിന്തിക്കാം. ഓക്കെ, സോ 3 ടോപ്പിക് സജഷൻസ് ഉണ്ട്. സ്വപ്നങ്ങൾ, ഡ്രീംസ് ഒരു ടോപ്പിക് സജഷനാണ്. ആൻഡ് സ്നേഹം, അത് മാതൃസ്നേഹമാകാം, ഫ്രണ്ട്ഷിപ്പ് എന്നാകാം, ഇതൊരു ടോപ്പിക് സജഷനാണ്. ആൻഡ് ഫ്യൂച്ചർ, 3 ടോപ്പിക് സജഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ വോട്ടാണ് എനിക്ക് വേണ്ടത്. സോ പ്ലീസ് ഡു കമൻറ്റ്. ഇതിൽ 3-ൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? സ്നേഹമാണോ, സ്വപ്നമാണോ, അതോ ഫ്യൂച്ചർ ആണോ? ഓക്കെ, സ്നേഹത്തോടെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ സെറ്റാണ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ നമ്മുടെ സ്വപ്നത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ സെറ്റാണ്. ഓക്കെ, സോ ഇതിൽ 3-ൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹം എന്നുള്ളതെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക്. സ്നേഹം, ഫ്യൂച്ചർ, സ്വപ്നം. ഫ്യൂച്ചർ ആദിൽ, യെസ്, ഇറ്റ്സ് ഗുഡ്. ആദിലിൻ്റെ ഫ്യൂച്ചർ സെറ്റാണോ? ഓക്കെ, സോ അടുത്തത് ആരാണ് പറയുന്നത്? നമുക്കൊരു ഭൂരിപക്ഷം നോക്കാം. സ്നേഹം. സോ നമ്മൾ 1-1 നിൽക്കുകയാണ്. സ്നേഹം എന്നുള്ള കമൻറ്റ് വന്നു, ഫ്യൂച്ചർ എന്നുള്ള കമൻറ്റ് വന്നു. സ്നേഹം. ആൻഡ് മൈ ഗുഡ് നെയിം ഈസ് റാക്ക്, യു ക്യാൻ കോൾ മീ റാക്ക്, RAK, ഷോർട്ട് നെയിം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ പറയാണ്, ഒരു ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം.
ഓക്കെ, അപ്പം നമുക്ക് 3 ടോപ്പിക് സജഷൻസ് ഉണ്ട്. സ്നേഹമുണ്ട്, സ്വപ്നമുണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഫ്യൂച്ചർ നല്ലൊരു ടോപ്പിക്കാണ്. സോ 2 പേര് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം തൽക്കാലത്തോട്ട് മാറ്റി വെക്കാം അല്ലേ? ഫ്യൂച്ചർ ഓക്കെ ആണോ? ഫ്യൂച്ചർ എന്നൊരു ടോപ്പിക്ക് നമുക്ക് കൺഫേം ചെയ്താലോ? ഓക്കെ, സോ ഫ്യൂച്ചർ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ പ്ലീസ് ഗസ്റ്റ് ലിസ്റ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഓക്കെയാണ്? സ്വപ്നം അഗെയിൻ 2 ഓക്കെ, നമ്മൾക്ക് ലൈക്ക് ഫ്യൂച്ചർ ഉണ്ട്, സ്വപ്നം ഉണ്ട്. 2 പേര് ഈക്വൽ ആണ്. ഓക്കെ, ടിക്ടോക്ക് ലൈവിൻ്റെ അമ്മയുടെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഗസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളുടെ ഓഡിയോ ഇപ്പം നല്ല വൈറലായിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഓക്കെ, നിങ്ങളുടെ ഓഡിയോ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഓഡിയോ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, ഈ ദാരിദ്ര്യം പിടിച്ച ആരും ഇന്ന് ലൈവിലോട്ട് എടുക്കുന്നില്ല. സോ തൽക്കാലത്തോട്ട് മ്യൂട്ട് ചെയ്യുകയാണ്. ആൻഡ് പ്ലീസ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, റെസ്പെക്ട്, കീപ് റെസ്പെക്ട് ഓൾവേസ്. അപ്പോളേ റെസ്പെക്ട് തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കോമാളിത്തരം കാണാനല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് എത്രയോ ടിക്ടോക്ക് ലൈവ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോപ്പറേറ്റങ്ങൾ കളിക്കാം. ഞാൻ ആരോടും ഗിഫ്റ്റ് ചോദിക്കുന്നില്ല. എൻ്റെ വൈഫൈ, എൻ്റെ ഫോണ്, എൻ്റെ റിംഗ് ലൈറ്റ് ഞാൻ ലൈവ് ഇടുന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് കൂടുതൽ സ്റ്റാർ ആവാൻ നിൽക്കല്ല പ്ലീസ്. എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് അല്ല വേണ്ടത്, റെസ്പെക്റ്റ്. ഞാൻ നിങ്ങളോട് മാന്യമായിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത്. സോ വി ഹാവ് 3 ടോപ്പിക് സജഷൻ. ഫ്യൂച്ചർ ഉണ്ട്, സ്നേഹമുണ്ട്, സ്വപ്നമുണ്ട്. ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്? സോ ഫ്യൂച്ചർ എന്നുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് സ്വപ്നം എന്നുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വരുന്ന ഗസ്റ്റ് ആരാണെന്ന് നോക്കാം. ആ ഗസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് പറയാനുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. റോഷ്മോൻ, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. ഇന്ന് റോഷ്മോനാണ് നമ്മുടെ ടോപ്പിക് ചൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ആണോ സ്വപ്നമാണോ? ഫ്യൂച്ചർ. ഓക്കെ, പറയൂ റോഷ്മോൻ, എന്താണ് ഫ്യൂച്ചർ പ്ലാനിങ്സ്? പേഴ്സണലായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനിങ്സ് പറയണോ അല്ലെങ്കിൽ ഹ്യൂമൻ റേസിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്സ്? നോർമലി എന്താണ് പറയാൻ കംഫർട്ടബിൾ അത് പറയാം. ഓക്കെ, നമ്മൾ ഹ്യൂമൻസ് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നത് നമ്മൾ കേവ് നിന്ന് നമ്മൾ ഈ ലെവലിൽ വരെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഓക്കെ, ഇനി ഫ്യൂച്ചറിലെ പ്രോബ്ലംസ് അല്ല, ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു പഴയ ഒരു ബോഡിയിലാണ്. നമ്മുടെ ഫിസിക്കലി നമുക്ക് ടെക്നോളജിയുടെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എവല്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതേവരെ എത്തിയിട്ടുള്ളത്. ജനറലൈസ് ചെയ്തിട്ടാണോ പറയുന്നത്? പണ്ഡിതനാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്തിരി ബുദ്ധിജീവിയാ. അത് വേണ്ട. സാധാരണക്കാരെയുള്ള ഞാനാണ് ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. മേ ബി സാധാരണക്കാർ കേൾക്കുമ്പോൾ എന്തോ വലിയ ചർച്ചയാന്ന് വിചാരിക്കും. ലുക്ക് മാത്രമേ ഉള്ളൂ, തലയിലൊന്നുമില്ല. സോ പ്ലീസ് ഫ്യൂച്ചർ പ്ലാനിങ്സ് എന്താണ് പറയാൻ പറ്റുമോ? അതിന്റെ ഫ്യൂച്ചർ ഗോൾസിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ 30s പ്ലാൻ ചെയ്യും, 30s 40s പ്ലാൻ ചെയ്യും, 40s ആണെങ്കിൽ റിട്ടയർമെന്റ് പ്ലാൻ. ഇതായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ, ശരിയല്ലേ? അപ്പോൾ ഇത് നമ്മുടെ അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 30s 40s ഒരാളാണെങ്കിൽ അയാൾ ഫ്യൂച്ചറിലോട്ട് എന്ത് ചെയ്യാം? റിട്ടയർമെന്റ് ഏജിലോട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തും, മക്കളുടെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ നടത്തും. പ്ലാനിങ് ഒരു വഴി നടക്കും, ജീവിതം ഒരു വഴി നടക്കും. പക്ഷേ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് എയിമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലക്ഷ്യബോധമില്ലാതെ വലഞ്ഞു തിരിയും. ഓക്കെ, ഈ ഫ്യൂച്ചർ പ്ലാനിങ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഫ്യൂച്ചർ പ്ലാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴുള്ള ജീവിതം ജീവിക്കാൻ മറന്നു പോകരുത്. അത് നമ്മൾ ജീവിക്കണം. മീൻസ് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടൈമിനെ വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാൻ. ഇന്നത്തെ ശരിയല്ല നാളത്തെ ശരി. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ഫ്യൂച്ചർ വീട് വാങ്ങണം, ഫ്യൂച്ചർ കാർ വാങ്ങണം, ഫ്യൂച്ചർ ഇന്ന ജോബിൽ എത്തണം, അങ്ങനെ എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ ഷെയർ ചെയ്യാൻ പറ്റുന്നതായിട്ട്? അങ്ങനെയില്ല. എനിക്കുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മില്യണർ ആകണമെന്നാണ്. ഓക്കെ, ആകട്ടെ, ഇൻഷാല്ലാ, സത്യം സെറ്റ് ആവട്ടെ, വൈബ് ആവട്ടെ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിച്ചിട്ട് ടീനേജിൽ ആഗ്രഹിച്ചിട്ട് ഇപ്പം നേടിയെടുത്തതായിട്ടുണ്ടോ? ഞാൻ ഫ്യൂച്ചറിൽ ഒരു എൻജിനീയർ ആകണമെന്ന് ആഗ്രഹിച്ചു, ആയി. മാനേജർ ആകണമെന്ന് ഇപ്പം ആഗ്രഹിക്കുന്നു, ആയിട്ടില്ല. അതിനുള്ള പരിശ്രമത്തിലാണ്. ഇടയ്ക്ക് വെച്ച് അത് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല മാനേജർ ആകണമെന്ന്, അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി.
ഓക്കെ. നമ്മൾ വിചാരിച്ചാൽ പ്രയത്നിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, സോ എല്ലാ വിഷയസും നേരെയാണ്. സോ നമുക്ക് അടുത്തേക്ക് കിടക്കാം അല്ലെ. അടുത്ത റിക്വസ്റ്റ് ആരാണെന്ന് നോക്കാം. താങ്ക് യു റോഷ്മോൻ, താങ്ക് യു ഫോർ ജോയിനിങ്. ആൻഡ് നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഇതൊരു ടോക്ക് ഷോ ആയിട്ട് കൺസിഡർ ചെയ്യാം. 10 മണി മുതൽ 11 മണി വരെ ബിസി ടോക്ക്. ഓക്കെ, മൈസെൽഫ് റേഖ ഫ്രം ഇന്ത്യ കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് ചൂസ് ചെയ്ത ടോപ്പിക് മാത്രമാണ് ഫ്യൂച്ചർ. സോ നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടികൾ എന്തെല്ലാമാണ്? ഓക്കെ, നിങ്ങൾ ഫ്യൂച്ചർ മീൻസ് ടീനേജ് ടൈമിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എത്തിപ്പെട്ട ഗോൾസിനെ കുറിച്ച് സംസാരിക്കാം. ഫ്യൂച്ചർ പ്ലാനിങ്സ് വെക്കുന്ന സമയത്ത് എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. അല്ല, ഫ്യൂച്ചർ പ്ലാനിങ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻ അത്ര മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ആൻഡ് നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്, ബിസി ടോക്കാണ്. സോ ബിസി ടോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് വളരെ ലളിതമായിട്ട് സംസാരിക്കാം. ഇതിൽ പണ്ഡിതൻ അല്ലാത്തവരോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്രണ്ട്സ്. ഓക്കെ, ഓൾ ആർ ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് കിടക്കാം. ആദ്യം വെൽക്കം ടു ദ ലൈവ് സെഷൻ. ഇതിന് ഡ്രീംസ് കാണണം. യെസ്, ഡ്രീംസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം കേൾക്കുന്നുണ്ടോ? ഹായ്, കേൾക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. അതായത് ഞാൻ ഫ്യൂച്ചർ സെലക്ട് ചെയ്താണ്. സോ ഞാൻ പ്ലാൻ ചെയ്ത പോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഓൾവേസ് ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് നേടാനും പറ്റി. ഇനി എൻ്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ നെക്സ്റ്റ് ലൈക്ക് എൻ്റെ ഫാമിലീസ് അവരെ ലൈഫ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് അവർക്കും വേണ്ടി ഉണ്ടാക്കി വെക്കണം. അതാണ് എൻ്റെ ഏറ്റവും. ഓക്കെ, ഫൈൻ. ഈ ഫ്യൂച്ചർ പ്ലാനിങ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്താണ് ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്? എന്റെ ഒപ്പീനിയനിൽ ടൈം മാനേജ്മെന്റ് ആണ് ഒരു ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഘടകം. ടൈം മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നോ. നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറക്കാണ്ടിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളെ കൂടി ഇൻവോൾവ് ആക്കിയിട്ട് വേണം നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യാൻ. അതായത് നമ്മൾ സാക്രിഫൈ ചെയ്യരുത്. നമ്മൾ എൻജോയബിൾ ആയിരിക്കണം അത് ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ സാക്രിഫൈ ചെയ്തു മറ്റുള്ളവർക്ക് നേടി അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാട്ടോ. ഒപ്പീനിയൻ എല്ലാം ഓക്കെ ആണ്. ഓക്കെ, ആദിൽ, താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പൊ നമ്മൾക്ക് കുറച്ച് വ്യൂവേഴ്സിനുള്ള ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് പറയുകയാണ്. ഇറ്റ്സ് നോട്ട് റെസ്ട്രിക്ഷൻസ്, ഇറ്റ്സ് ഡിമാൻഡ്സ്. ഓക്കെ, ഇതൊരു ടോക്ക് ഷോ ആണ്. ഐ എം ദ ഹോസ്റ്റ്. സോ നിങ്ങളെടുത്ത് ആരെടുത്തും ഞാൻ ഒരു രീതിയിലും ഗിഫ്റ്റ് തായോ ടാപ്പ് ഗൈസ് ഇതൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ ഒരു 1 hour ടോക്ക് ഷോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 1 hour പൊട്ടത്തരം പറയുന്നുണ്ട്, സത്യാവസ്ഥകൾ പറയുന്നുണ്ട്. ഞാൻ ബോധേഡ് അല്ല, എനിക്ക് കോൺഫിഡൻസ് മാത്രമേ കയ്യിലുള്ളൂ. ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കാൻ പഠിക്കാം. ഓക്കെ, മറ്റുള്ള ടിക്ടോക്ക് ഷോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെയുള്ള ഗെയിംസ് ചെയ്യുന്നില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരായ രീതികൾ ഉണ്ടാക്കും. ഞാൻ എൻ്റെതായ രീതിയിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. സോ ഏപ്രിൽ 13 തുടങ്ങിയ ഈ ടിക്ടോക്ക് അക്കൗണ്ട് വലിയ കുഴപ്പമില്ലാതെ ഡെവലപ്പ് ആകുന്നുണ്ട്. നിങ്ങൾ വ്യൂവേഴ്സിനോട് റിക്വസ്റ്റ്, ഡിമാൻഡ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്കാക്കാം. എൻ്റെ ഗസ്റ്റായിട്ട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ബാഡ് കമൻറ്റ് ഇടാതിരിക്കുക. എന്നെക്കുറിച്ച് ബാഡ് കമൻറ്റ് ഇട്ടാൽ പോലും ഞാൻ മ്യൂട്ട് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഗസ്റ്റായിട്ട് വരുന്ന ആളുകളെ കുറിച്ചിട്ട് ബാഡ് കമൻറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ദേ ആർ ഗസ്റ്റ്. നിങ്ങൾക്ക് മൈക്ക് എടുക്കാം, സംസാരിക്കാം, ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഫ്യൂച്ചർ. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരുടെ ഫ്യൂച്ചർ ആ വഴിക്ക് പോട്ടെ. ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഈ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധ കൊടുക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത്രയും ടൈമാണ് വേസ്റ്റ് ആവുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. ഓക്കെ, അതുപോലെ തന്നെ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ നമ്മുടെ ലൈവ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഗസ്റ്റ് ആയിട്ട് വരാം. ആൻഡ് ടിക്ടോക്കിൽ വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫുൾ ലൈവ് കാണണമെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കമൻറ്റ്സ് നോക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ടാപ്പ് താങ്ക് യു ഡിയർ, താങ്ക് യു. ഓക്കെ, സർക്കാർ സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ലാത്ത എനിക്ക് എൻ്റെതായ രൂപമുണ്ട്. ഞാൻ ഒറ്റ തവണ എല്ലാ നെഗറ്റീവ് കമൻറ്റോളികൾക്കും ഞാൻ ഒറ്റ തവണ റിപ്ലൈ തരുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എക്സ്പെക്ട് ചെയ്യണ്ട കേട്ടോ. എൻ്റെ ലൈക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ ഇതാണ്. എനിക്ക് മുഖമുണ്ട്, എനിക്ക് ശബ്ദമുണ്ട്, എനിക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. എൻ്റെ പേര് എൻ്റെ നിക്ക് നെയിം മാത്രമാണ്. സോ എന്നെ ഫേക്ക് എന്ന് പറയുന്ന
താങ്കൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഇനി കൂടുതൽ റിപ്ലൈ എക്സ്പെക്ട് ചെയ്യേണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, നമുക്ക് അടുത്ത് എന്താണ്, ചേട്ടൻ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചിരുന്നോ? ഏതാണ്? സ്വന്തം കാര്യങ്ങൾ ആദ്യം നോക്കുമോ? എൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ പറയാം. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. ഫ്യൂച്ചറിൽ വായന ഒരു നല്ല ഘടകമാണ് കുട്ടേട്ടാ. ഓക്കെ, ഞാൻ വായിക്കാം. ഞാൻ വായനാശീലം ഇല്ലാത്ത ഒരാളാണ്, എന്നാലും ഞാൻ പറയുകയാണ്, എല്ലാവരും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് വായിക്കണം? ഇന്നത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയസിൽ ആക്റ്റീവ് ആണ് അല്ലേ. സോ നമ്മൾ വായിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി കമ്പ്യൂട്ടർ ലൈക്ക് ഓൺലൈനിൽ നമുക്ക് സൗണ്ട് തന്നെ കേൾക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായിക്കണമായിരുന്നു. നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായിക്കണമായിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. നോളജ് ഉണ്ടായാൽ മതി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നോളജ് ഇല്ലാത്ത എനിക്കിത് പറയാൻ പറ്റില്ല. എനിവേ, നോ പ്രോബ്ലം. മൈസെൽഫ് റൈറ്റ്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ഉണ്ടാകുന്ന ലൈവ് സെഷനാണ്. സോ ഇന്നത്തെ ടോപ്പിക്ക് ഫ്യൂച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാം. ലൈവ് ഓൾറെഡി റെക്കോർഡറാണെന്ന് അറിയാം. സോ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള പെർമിഷനും കൂടി ഞാൻ എടുക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയരുത്. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ എന്താണ്? നമ്മുടേതല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രായം വരെ നമുക്ക് പ്രത്യേകിച്ച് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ബോധേഡ് ആയിരിക്കില്ല അല്ലേ. നമ്മൾ ചില സമയങ്ങളിൽ, ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആണ്. 2000 കിഡ്സ് 90s 80s പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചർമാരൊരു ചോദ്യം ചോദിക്കും, ഭാവിയിൽ നിങ്ങൾക്ക് എന്താകണം? ക്ലാസ്സിലൊരു ചോദ്യം കേൾക്കാം. ചെറിയ ക്ലാസ്സിൽ നിന്നും കേൾക്കാം, 10ാം ക്ലാസ് എടുക്കുമ്പോഴും കേൾക്കാം, +2 എത്തുമ്പോഴും കേൾക്കാം. ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ചെറിയ ക്ലാസ്സിൽ ഒരു 5ാം ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ കൗതുകം തോന്നി. ഭാവിയിൽ നിങ്ങൾക്ക് എന്താകണം? ടീച്ചറെ എനിക്ക് അമ്മയാകണം, ടീച്ചറെ എനിക്ക് അടുക്കള ജോലി ചെയ്യണം, ടീച്ചറെ എനിക്ക് ഡോക്ടർ ആകണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. ഓക്കെ, നിങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുലാബി എന്താ പറഞ്ഞത്? ജോയ് എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ കുട്ടേട്ടൻ എന്താണ് പറഞ്ഞത്? ഭാവിയിൽ എന്താകണം എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ എന്തായിരുന്നു ആൻസർ ചെയ്തത്? ആ ആൻസറാണ് ഇപ്പം നടക്കുന്നത്. എൻ്റെ ക്ലാസ്സിൽ ചില മഹാന്മാർ എനിക്ക് പോലീസ് ആകണം, എനിക്ക് ഡോക്ടർ ആകണം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരിപ്പോൾ എവിടെയാ എന്താ ആവോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങൾ പറഞ്ഞത്? വലിയ വലിയ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണോ പറഞ്ഞത്? അതോ എല്ലാവരും പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, അങ്ങനെ ഫ്യൂച്ചർ പ്ലാനിങ് എന്താന്ന് പോലും ചിന്തിക്കാത്ത പ്രായമല്ലേ ഇത്? ഓക്കെ, എഞ്ചിനീയർ, കുട്ടേട്ടൻ എഞ്ചിനീയർ ആയോ എന്നിട്ട് അതോ അന്ന് പറഞ്ഞതാണോ? ഓക്കെ, പറഞ്ഞതൊന്നും നടന്നില്ല. മൃഗ ഡോക്ടർ, ഞാനും ഓക്കെ, എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതെ, വേട്ടക്കാരനോ ജോയ്, കൊള്ളാം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻസിൽ കാണാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് കുറേ കൊച്ചുങ്ങളെ അച്ഛനാവണം, അതായോ? എത്ര കുഞ്ഞുങ്ങളുണ്ട്? സന്തോഷം. എനിവേ, ഞാൻ ചെറുപ്പകാലത്ത് 5ാം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? എനിക്ക് വീട്ടമ്മയാകണം, എനിക്ക് അമ്മയാകണം, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ എത്തിയപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവണം. വെറ്റിനറി ഡോക്ടർ എന്നൊന്നും പറയാൻ അറിയില്ല. എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മൃഗ ഡോക്ടർ ആവണം ടീച്ചറേ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫ്യൂച്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നതല്ല. നമ്മുടെ വീട്ടിലുള്ള ആരൊക്കെയോ പറഞ്ഞതാകാം, നമ്മുടെ അയൽവാസികൾ പറഞ്ഞതാകാം, നമ്മുടെ ഫ്രണ്ട്സ് പറയുമ്പം അത് കേട്ടിട്ട് ഒരു പൊങ്ങച്ചത്തിന് പറഞ്ഞതായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഫ്യൂച്ചർ ഗോള്, അത് ഗോളല്ല ആക്ച്വലി, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിനോ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ശരിക്കുള്ള ഫ്യൂച്ചർ പ്ലാനിങ് തുടങ്ങുന്നത് ഏത് ഏജിലാണോ അന്ന് മുതൽ നമുക്ക് അതൊരു ആഗ്രഹമാണ്. നമുക്ക് ചിലവർക്ക് സ്വപ്നമാണ് അല്ലേ? താങ്ക് യു. ചില ആളുകൾക്ക് സ്വപ്നമാണ്. നമ്മൾ അത്തരം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു എനർജി ഉണ്ട്. എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതുപോലെ 15 ഇയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിട്ടുണ്ടോ? ഓക്കെ, സൈക്കോതെറാപ്പി. ഓക്കെ, ഇപ്പോൾ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഇതൊക്കെ പണ്ടേ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നോ ലാലേട്ടന് ഇഷ്ടം? എനിവേ, നിങ്ങൾ അതാണ് ഇപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്താണ്? ഫ്യൂച്ചറാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നു, പേഴ്സണലി ഫ്യൂച്ചറും ഏജും തമ്മിൽ പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല അല്ലേ? ഫ്യൂച്ചറും ഏജും തമ്മിൽ പ്രത്യേക ബന്ധങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
കുഞ്ഞുനാളിൽ നമ്മളെടുത്ത് ചോദിക്കാൻ ആളുകളുണ്ടായിരുന്നു, ഇന്ന് ചോദിക്കാൻ ആളുകളില്ല. അത്രയും വ്യത്യാസമല്ലോ. ചെറിയ കുട്ടികളാകുമ്പം നമ്മളോട് 100 പേര് ചോദിക്കും. അച്ഛൻ ചോദിക്കും, അമ്മ ചോദിക്കും, സിസ്റ്റേഴ്സ് ചോദിക്കും. 10ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം ചോദ്യം വരും, ഫ്യൂച്ചറിൽ എന്താകണം, എന്ത് പഠിക്കണം. അപ്പം ചോദിക്കാൻ കുറേ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആഗ്രഹങ്ങളല്ല വരുന്നത്. ചിലർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ഗോൾസ് ആക്കി വെക്കും, ചിലത് ഓട്ടോമാറ്റിക്കലി ഒരു പൊങ്ങച്ചം പോലെ വരും. പക്ഷെ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണ്? ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാവരുടെ അടുത്തും പറയുകയാണ്, നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലിൻ്റെ കൂടെ എന്ത് എക്സ്ട്രാ പഠിക്കാൻ പറ്റും, എന്ത് എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റും, എന്ത് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ളൊരു ബെനിഫിറ്റാണ്, അസെറ്റാണ്. അപ്പം എന്ത് ഫ്യൂച്ചർ 40 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞെന്ന് പറയുന്ന ആളുകളുണ്ട്. ആണോ? ഏജ് തടസ്സമാണോ അതിന്? നിങ്ങളുടെ കാര്യങ്ങളും കൂടെ കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു 1 വേ ടോക്ക് അല്ല, ഇറ്റ്സ് എ ഇൻട്രാക്ഷൻ സെക്ഷൻ. ബിസി ടോക്ക്. ഞാൻ ബിസിയാണ്, നിങ്ങൾ ബിസിയാണ്. 1 അവർ പ്രോഗ്രാമാണ്. സോ 1 അവർ പ്രോഗ്രാമിൽ നിങ്ങളാണ് എൻ്റെ ഗസ്റ്റ്. നമ്മുടെ ടോപ്പിക് ഇന്ന് ഫ്യൂച്ചറാണ്. സോ ഫ്യൂച്ചറിൽ ഉള്ള ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കംഫോർട്ടായിട്ടുള്ള ആളുകൾ ലൈവ് റെക്കോർഡിംഗ് ആണ്, യൂട്യൂബിൽ ലോഡിംഗ് ആണ്, ഫേസ്ബുക്കിൽ ലോഡിംഗ് ആണ്, ഇൻസ്റ്റഗ്രാമിൽ ലോഡിംഗ് ആണ്, വാട്സപ്പിൽ ലോഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഗസ്റ്റായിട്ട് വരാം. ഓക്കെ, ഗസ്റ്റ് ജോയിൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആഡ് മീ. യെസ്, നിസാം അലി. സംഗീതം പഠിക്കുന്നതിന് ഏജ്, സംഗീതം എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഫ്യൂച്ചർ ഗോളായിട്ട് മാറ്റിവെച്ച കാര്യങ്ങളാണെങ്കിൽ ഏത് ഏജിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏജ് നമ്പർ മാത്രമാണ് കലണ്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വയസ്സ് തിരിച്ചറിയുന്നത്. സത്യമല്ലേ? സിറാജ്, കലണ്ടർ ആദ്യം എടുത്ത് കത്തിക്കണം അല്ലേ? ചാവുന്നവരെ ഏജ് ഇല്ലെങ്കിൽ എന്നെ പാരങ്ങ് ആൻറ്റി എന്ന് വിളിക്കുവോ? വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ? ഒരു പ്രായം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും പിള്ളേര് വിളിക്കും അമ്മായി, ആൻറ്റി. ഏജ് എന്ന് പറഞ്ഞ നമ്പർ മാത്രമാണ് അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഓക്കെ, ഏജ് ഒന്നിനും തടസ്സമല്ല. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫ്യൂച്ചറാണ്. സോ ഫ്യൂച്ചർ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാം. എനിക്ക് ഇനിയും പഠിക്കാൻ ആഗ്രഹം, സംഗീതം, വയലിൻ. പഠിക്കൂ, എൻജോയ് ചെയ്യൂ, സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കൂ. ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല, ക്ലാസ്സിന് പോകാൻ കാശ് സ്പെൻഡ് ചെയ്യേണ്ട, അങ്ങനത്തെ തോട്ട്സ് ഉണ്ടെങ്കിൽ ഓൺലൈനിലുമായിട്ട് പഠിക്കാമല്ലോ നമുക്ക്. എത്രയോ ആളുകളുണ്ട് ഓൺലൈൻ പഠിക്കുന്നവർ അല്ലേ? പിന്നെ ഫ്യൂച്ചറിൽ എന്താകണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പ്രായം വരെ നമുക്ക് മറുപടികൾ ഉണ്ടായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മറുപടികൾ സൈലൻ്റ് ആകും. ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. നമ്മളെക്കാളും നമ്മുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാവും. നമ്മുടെ പാർട്ട്ണർക്ക്, നമ്മുടെ ഗേൾ ഫ്രണ്ട് പോട്ടെ കല്ലി വലിയ ഗേൾ ഫ്രണ്ട്, ഓക്കെ, നമ്മുടെ പാർട്ട്ണർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ മറക്കും. ആണോ? ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, തീർച്ചയായിട്ടും വേണം. ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോയിൽ ആകരുത്. രണ്ടും കണക്റ്റഡ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഇല്ലെങ്കിൽ അത് റെഡി ആയിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെക്കാണ്. അതല്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഒരു സൈഡ് കൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ ഒരു സൈഡ് കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് യു റീച്ച് ദ ഫ്യൂച്ചർ ഗോൾസ് ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽ ഗ്രോത്ത് വരും. അതൊന്ന് ശ്രമിക്കാം. ഓക്കെ, എക്സാക്ട്. ഇനി മക്കൾ പഠിക്കട്ടെ, മക്കൾ പഠിക്കണം. മക്കൾക്ക് വേണ്ടി കുട്ടിയേട്ടൻ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ആ വഴിക്ക് പോട്ടെ. അതിന്ന് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ വീട് വാങ്ങുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡ് വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല? ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ ശരിക്കും? ഇതെല്ലാം നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത്ര പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, അത് നമ്മൾ മറക്കും. ഓക്കെ, ഇന്ന് ഓക്കെ വേഴാമ്പൽ. സോ പ്ലീസ്
ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ് മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്ക് ഫ്യൂച്ചറാണ്. സോ ഫ്യൂച്ചർ എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇത് ഒരു ഒറ്റയാൾ സംസാരം എന്നുള്ളൊരു വേദിയല്ല. ഗസ്റ്റായിട്ട് വരിക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് അന്ന് സംസാരിക്കാം. ഓക്കെ, സോ ഇന്ന് ഞാൻ ചോദിക്കുകയാണ് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്സ്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്സ്? ഐ എം വെയിറ്റിംഗ് ദ കമൻറ്റ്. ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്ലാനിങ്സ് ഫ്യൂച്ചറിലോട്ട് മാറ്റി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ആ സക്സസ് സ്റ്റോറി പറയാം, അതിൻ്റെ സ്ട്രഗ്ലിംഗ് പറയാം, മോട്ടിവേഷൻ ആകാം ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക്. ഇനി ലൈവിൽ അധികം ആളില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വളരും, ടിക്ടോക്കിൽ ഷോ വീണ്ടും വീണ്ടും വളരും, അപ്പോഴും നിങ്ങളൊക്കെ കാണണം. അതുപോലെ തന്നെ നമ്മൾ സെയിം യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്. സോ യൂട്യൂബിൽ വാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഫ്യൂച്ചർ ഉള്ളത് കൊണ്ടാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ഫ്യൂച്ചർ ഉള്ളത് കൊണ്ടാണോ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്? അതിനൊരു എതിരഭിപ്രായം പറയാൻ എനിക്കില്ല, പക്ഷേ അനുകൂലമായിട്ട് സംസാരിക്കാനും എനിക്ക് പറ്റുന്നില്ല. കാരണം ആ പോയിന്റ് എവിടെയോ ഒന്ന് സ്റ്റെക്കായിപ്പോയി. ജീവിക്കുന്ന എത്രയോ ആളുകൾ ഫ്യൂച്ചറിൽ ഒരു 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 ഗോളും ഇല്ലാണ്ട് ചുമ്മാ നേരം വെളുക്കുന്നു, ഇരുട്ടുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ജോലിക്ക് പോകുന്നു, ഇങ്ങനെ പോകുന്നവർക്കും ജീവിതമുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഉള്ളത് കൊണ്ടാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ടൈം പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടെന്ന്. മാൻ പ്ലീസ്, ഞാൻ ഇന്ന് വളരെ ഓക്കെ പ്രവാസി ലോകത്ത് നിന്ന് പോകണം നൗഷാദ്. ഓക്കെ, പക്ഷേ നമ്മളിവിടെ വന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാനാണ് അല്ലേ? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ കൾച്ചറിൽ, ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് ഞാനിവിടെ കമ്പയർ ചെയ്യുന്നില്ല, എനിക്കറിയില്ല. ഇന്ത്യൻ കൾച്ചറിൽ, സ്പെഷ്യലി മല്ലു കൾച്ചറിൽ, വി ഓൾ ആർ ഫാമിലി ഓറിയൻറ്റഡ്. നമുക്ക് എല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ കുടുംബം. നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ഇമോഷൻസ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ഇവിടെ വന്ന ഓരോ പ്രവാസികൾക്കും അറിയാം, നമ്മളെല്ലാവരും ഇവിടെ വന്നത് വി ഹാവ് സം റെസ്പോൺസിബിലിറ്റി. അത് ടേക്ക് കെയർ ചെയ്യാനാണ്. അതിൻ്റെ കൂടെ സ്വന്തം ഫ്യൂച്ചർ കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ആളുകൾ വരട്ടെ. ഓക്കെ, സമയം ഇപ്പോൾ നമ്മൾ സമയമുള്ളപ്പോൾ താങ്ക് യു ഡിയർ. സീരിയസ് എന്നല്ല ഉദ്ദേശിച്ചത്, ശാന്തമായി സംസാരിക്കാൻ നോക്കിയതാ വെള്ള ഡ്രസ് ഇട്ടതുകൊണ്ട്. ഓക്കെ, എനിവേ നോ പ്രോബ്ലം. സോ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ഉണ്ടാകാറുണ്ട്. സോ ഇന്ന് ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ടോ, 10 മണി മുതൽ 11 മണി വരെ ലൈവ് കാണാൻ ശ്രമിക്കുക, ഗസ്റ്റായിട്ട് വരാൻ ശ്രമിക്കുക. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റ് ആയിട്ട് ചെയ്യാം, ഗസ്റ്റായിട്ട് വരാം. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ പറയാം അല്ലേ, ഫ്യൂച്ചറിൽ 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ടോക്ക്, ബെസ്റ്റ് കമൻറ്റ്, വീക്ക്ലി വ്യൂവേഴ്സിന് നമ്മൾ സമ്മാനം കൊടുക്കും. എന്ത് സമ്മാനമാണ് അത്? ഫ്യൂച്ചർ കാര്യമല്ല, ഫ്യൂച്ചറിൽ പറഞ്ഞാൽ പോരെ. യൂട്യൂബിൽ ലൈവ് ഇടാറില്ല, ഈ ഒരു സെയിം വീഡിയോ നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, യൂട്യൂബ് ബിസി ടോക്ക് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടും, ഇൻസ്റ്റാഗ്രാം കിട്ടും, ഫേസ്ബുക്ക് കിട്ടും, എൻ്റെ വാട്സപ്പ് കിട്ടും. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾ പറ, ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താവണം, ഇനി എന്താകണം, ഇന്ന് എന്ത് നടന്നു എന്നല്ല. പലരും പറയും ഭാവി, ഭൂതം, വർത്തമാനകാലം. ഭൂതകാലത്തേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും വർത്തമാനകാലത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഭാവി കാലത്തെക്കുറിച്ച് കൂടെ ആലോചിക്കാം. ഭാവി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്നാലും നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് ഞാൻ പറയില്ല. അത് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ ഫുഡും ഇന്നത്തെ സമാധാനവും ഇന്നത്തെ ഡ്രസ്സും ഇന്നത്തെ ഉറക്കം കഴിഞ്ഞിട്ട് മതി ഭാവി. എന്നാൽ നിങ്ങളുടെ വേറെ രീതിയിലുള്ള അസെറ്റ്സ്,
നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, ഇന്ന ജോബ് പൊസിഷൻ എടുക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സേവിങ്സിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ഭാഗമോ എന്തെങ്കിലും ഒരു പണം അതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും. ഓക്കെ, വലിയ ഗിഫ്റ്റ്. ചില കാര്യങ്ങൾ വലുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല പോലെ വലുതായിരിക്കും, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്സ് എന്താണെന്നുള്ള ചെറിയൊരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. വൈ? എന്തുകൊണ്ടാണ്? നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസി, ഞാൻ ബിസിയാണ്, നിങ്ങൾ ബിസിയാണ്, ഈ ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്, ആ 1 hour എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ലൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതെൻ്റെ ഫ്യൂച്ചറിൻ്റെ ഭാഗമാണ്. ഈ ഒരു ടോക്ക് ഷോ വലിയൊരു ടോക്ക് ഷോ ആയിട്ട് വളരും. അതിലൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരും. ഇതെൻ്റെ ഫ്യൂച്ചർ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ചിന്താഗതി. സോ എല്ലാത്തിനും ഫ്യൂച്ചറുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളറിയാത്ത ഫ്യൂച്ചറുണ്ട്. നമ്മൾ പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിന്നീട് അത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലെസൺസ് ആയിരിക്കും. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ആണോ അല്ലേ? സോ എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളും ഞാനും എല്ലാവരും ഈ വർത്തമാനകാലത്ത് ഈ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഓരോന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇതൊക്കെ എന്ത് അല്ലേ? കുറേ കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ ഇങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുന്നത്. യെസ് അനിൽ. എന്താ ഭഗവാനെ നിങ്ങൾ പുറപ്പെട്ടില്ലേന്നോ? എനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, സോ മൈസെൽഫ് റൈക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് എടുക്കാറ്. ഇന്നത്തെ ടോപ്പിക്കാണ് ഫ്യൂച്ചർ. സോ ഫ്യൂച്ചർ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. ആൻഡ് ആർക്കെങ്കിലും ലൈവിൽ വന്ന് സംസാരിക്കാൻ ഗസ്റ്റായിട്ട് വരാൻ ഓക്കെ ആണെങ്കിൽ ഐ ആം റിക്വസ്റ്റിംഗ്, പ്ലീസ് ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ലൈവ് ഉണ്ട്. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആണ്. ആൻഡ് യൂട്യൂബിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ബിസി ടോക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി വീണ്ടും ഫ്യൂച്ചറിലേക്ക് കടക്കാം. താങ്ക് യു. സോ ഫ്യൂച്ചർ എന്ന് പറയുമ്പം പേഴ്സണലി ഓരോ ദിവസവും നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും. ഓരോ ദിവസവും മാറി ചിന്തിക്കേണ്ടി വരും. ഇന്നുള്ള നമ്മുടെ ചിന്തയായിരിക്കില്ല നാളെ. ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നാളെ റിസൾട്ട് തരിക. ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറിവ് വലിയ അറിവ് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ടൊക്കെ പ്രായത്തിന് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം, പ്രായത്തിന് മുതിർന്നവർ പറയുന്നത് കേൾക്കണം, അങ്ങനെയുള്ള കുറേ ചിന്താഗതികളുണ്ട്. ഇത് ചെയ്യരുത് എന്നല്ല പറയുന്നത്, പക്ഷെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയുന്നതിനേക്കാളും എത്രയോ കാര്യങ്ങൾ 2000 കിഡ്സിന് അറിയാം. സോ ചില സമയങ്ങളിൽ നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഓരോ അപ്ഡേഷൻസും നല്ല നല്ല കാര്യങ്ങളായിരിക്കും. പഠിക്കുക എന്ന് പറയുമ്പം നമ്മളൊരു ബുക്ക് തുറന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുന്നതോ അത് മാത്രമല്ല, ഓരോ വ്യക്തികളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴും പഠിക്കാനുണ്ടാക്കും. ഓരോ ലെസൺസ് കിട്ടും, ഓരോ പോയിന്റ്സ് കിട്ടും. ഒബ്സർവ് ചെയ്യാം, ഫ്യൂച്ചറിൽ ഉപകരിക്കും. മൊബൈൽ നോക്കുന്ന ആളുകൾ, ചില ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് സീനിയേഴ്സ് ആണെങ്കിൽ, എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ, എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ കോൾ ചെയ്യാനറിയാം, കട്ട് ചെയ്യാനറിയാം, ഫോട്ടോ എടുക്കാൻ പോലും പഠിക്കുന്നു. ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഫോണ്. അവർക്കത് പഠിക്കണ്ട. അവർ ഇനി എന്തിനു പഠിക്കുന്നു? പക്ഷെ പഠിക്കണം എല്ലാ കാര്യങ്ങളും. നമ്മുടെ മുന്നിൽ കാണുന്ന നമുക്കറിയാത്ത ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ മാറ്റി വെക്കുന്ന സമയം നമുക്ക് ഉപകരിക്കും. നമുക്കറിയാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പം കുശുമ്പല്ല തോന്നേണ്ടത്. അവരെടുത്തുനിന്ന് ഒരു മടിയുമില്ലാതെ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു തവണ അവർ പറഞ്ഞു തരും, രണ്ടാമത്തെ തവണ ഒറ്റയ്ക്ക് ചെയ്യാം.
പലരും ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയും. അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ എന്നോട് ചോദിക്കാതെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കും. ഇപ്പം ഞാനൊരാളെ കാണുകയാണ്, ആൾ എന്നോട് ചോദിക്കും ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ചെയ്തത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഞാൻ ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഞാൻ പറയും നീ പഠിക്കും നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. പക്ഷെ ചില ആളുകളുണ്ട്, നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതോ ഞാൻ ചെയ്തു തരാമല്ലോ കഴിഞ്ഞു, കാരണം നമ്മളത് പഠിച്ചാലോ. അങ്ങനെ ചെയ്യരുത്. നമുക്കറിയുന്ന ഓരോ അറിവുകളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാം. അവർക്കത് അറിയാം, അവർ നമ്മളെ പരിഹസിക്കും, അത് അവരുടെ കൾച്ചർ. അവർക്കത് അറിയില്ല, അവർ ചോദിക്കില്ല, നമ്മൾ പറയും, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് ഫ്യൂച്ചറാണ്. സോ ഫ്യൂച്ചർ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ ലൈവിൽ ഗസ്റ്റായിട്ട് വരാം, സംസാരിക്കാം. അതെ അമ്മയ്ക്ക് ആദ്യം ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പഠിപ്പിക്കേ, എന്നിട്ട് മോട്ടിവേഷൻ നടത്തിയാൽ പോരെയെന്നു. എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ അടുത്തും പറയാം, ഒരാൾക്ക് ഒരു മറുപടി. കാരണം എൻ്റെ ബിസി ടൈമാണ്, എൻ്റെ ടോക്ക് ഷോ ആണ്. ദിസ് ഈസ് നോട്ട് എ ഡിബേറ്റ് സെക്ഷൻ, റിയാക്ടിങ് സെക്ഷൻ. അത് വെച്ചിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ല എന്നല്ല അർത്ഥം. സോ ചൊറിച്ചിലുള്ളവർ മാറി നിന്ന് ചൊറിയാം. ഓക്കെ, ആൻഡ് കഴിച്ചു, സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് താങ്ക് യു ഡിയർ മിസ്റ്റർ ഷാൻ, അങ്കിളാന്ന് മനസ്സിലായി. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ഉള്ള ആളുകൾ, എല്ലാവർക്കും ഫ്യൂച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ എല്ലാവർക്കും ഫ്യൂച്ചർ ഗോൾസ് ഇല്ല. അതാണ് പ്രശ്നം. നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ മനോഹരമാക്കും. ഇന്ന് നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞു ഒരാൾക്കൊരു മറുപടി. ഓക്കെ, ഇന്ന് നമ്മുടെ കൂടെ പഠിച്ച പലരും പല പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ചൊറിച്ചിലുള്ള ആളുകൾ ഉണ്ടാക്കും. കാണുമ്പം അസംബന്ധം പറയാൻ തോന്നും, അഹങ്കാരം തോന്നും. അതിൻ്റെ അർത്ഥം നമുക്ക് പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴുള്ള ചൊറിച്ചിലും. അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉണ്ടാക്കാം. സോ ആ ഒരു സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരത് എത്രയോ പരിശ്രമങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തതാണ്. അവരുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ഫെയിലിയർ സ്റ്റോറി ഉണ്ട്. ഇത് മനസ്സിലാക്കാം. ഓക്കെ, സോ ദളപതി സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് പിക്കൂസ് എന്ത് വിശേഷം? ഞാൻ പറഞ്ഞു ഒരാൾക്കൊരു മറുപടി. ഐ ഹാവ് ദ സെൽഫ് റെസ്പെക്ട്. I am doing a TikTok live show. This show is called BC Talk. So myself, right, I am from India, Kerala. This live session we can call BC Talk. We have a topic. So നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി വെരി വാല്യുബിൾ കമൻറ്റ്. ആൻഡ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ വരാം, സംസാരിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ വാച്ചിങ്. 10 മണി മുതൽ 11 മണി വരെയുള്ള ഈ ഒരു ടിക്ടോക്ക് ഷോയിൽ ഇന്നത്തെ ടോപ്പിക്കാണ് ഫ്യൂച്ചർ. സോ നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് എന്താണ്? സ്വയം ആലോചിക്കുക. ഈ ഫ്യൂച്ചർ ഗോൾസിലോട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് വെക്കേണ്ടത്? ആദ്യം ഗോൾസ് ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഈ ഗോൾസ് ഇല്ലാത്തവന്മാർക്കായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ. ഫസ്റ്റ് ഗോൾസ് ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊന്നും കമ്പയർ ചെയ്യണ്ട. എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും നേടിയെടുക്കണം. എനിക്ക് നേടിയെടുക്കാനായിട്ട് ഒരുപാടുണ്ട്. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം, സ്റ്റെപ്സ് വെച്ച് തുടങ്ങാം. എന്ത് സ്റ്റെപ്സ് ആദ്യം വെക്കണം? പണമുള്ളവനും ഇല്ലാത്തവനും ആദ്യം വെക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്നറിയോ? ടൈം മാനേജ്മെൻറ്റ്. എൻ്റെ കാര്യങ്ങൾ ആദ്യം പ്രയോറിറ്റി ചെയ്യുന്ന സമയത്ത് പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും ഇറിറ്റേഷൻ വരും. ഇഗ്നോർ. നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫാണ്. 24 hour ഗിഫ്റ്റഡ് ഫ്രം ഗോഡ് ഓർ സംതിങ് ലൈക്ക് എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണോ അതാവട്ടെ. 24 മണിക്കൂർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഉള്ളൂ. ആ ഗിഫ്റ്റഡ് ടൈമിൽ വി നീഡ് ടു മാനേജ് ദ ടൈം. ഉറങ്ങണം, പണിക്ക് പോകണം, ദിനകൃത്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഇടയിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ആ സമയത്ത് സ്വയം ഒന്ന് ചിന്തിക്കാം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. ആ സമയം അതിനു വേണ്ടി മാറ്റിവെക്കാം. നല്ലത് മാത്രം കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുറ്റബോധം തോന്നാം. ആ സമയത്ത് ഈ വാക്കുകൾ ആലോചിക്കാം. ഓക്കെ, സോ
അതാണ് പ്രവാസി ലോകത്തില്ലാത്തത്. ടോണി, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. ടോണി ഉണ്ട് ഗസ്റ്റ് ആയിട്ട്, നമുക്ക് നോക്കാം. ടോണി, നെറ്റ് ഉണ്ടോ? ടോണി, നെറ്റ് ഉണ്ടോ? ഓക്കെ, നമുക്കത് കണക്ട് ചെയ്യുന്നവരെ കുറച്ച് കമന്റ്സ് നോക്കാം. നൗഷാദ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പ്രവാസി ലോകത്ത് ടൈം മാനേജ്മെന്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് പലർക്കും മാറാറുണ്ട്. പക്ഷെ അതേപോലെ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്തെന്ന് അറിയാവോ? പറയാം. ടോണി കേൾക്കുന്നുണ്ടോ? എന്താ ടോപ്പിക്ക്? ടോപ്പിക് ഫ്യൂച്ചർ ആണ് ടോണി. ഫ്യൂച്ചറിനെ കുറിച്ച് ഇതെന്താ സംസാരിക്കുക? ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് എന്താണ് സംസാരിക്കാനുള്ളത്? ഹലോ, കേൾക്കുന്നോ ടോണി? ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാന്ന് പറയുമ്പോ ടോണി, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്സിനെ കുറിച്ച് പുറത്ത് പറയണമെന്നില്ല. ചിലവർ അത് വിശ്വസിക്കുന്ന എന്തായിരിക്കും, പുറത്ത് പറഞ്ഞാൽ നടക്കില്ല എന്ന് വരെ വിശ്വസിക്കും. അങ്ങനെയല്ല, നമ്മൾ നേടിയെടുത്ത ഗോൾസ്, അതിലേക്ക് വെച്ച സ്റ്റെപ്സ്, നമ്മൾ പണ്ട് നമ്മുടെ ആഗ്രഹം ഇതായിരുന്നു. പല സക്സസ് സ്റ്റോറി പറയാനുണ്ടാവില്ലേ? പുറത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്, ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ലൈവിൽ തുടരാൻ ശ്രമിക്കാം. ആൻഡ് വീണ്ടും പറയാണ്, നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെ ടിക്ടോക്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ടിക്ടോക്കിൽ വന്ന് കാണാൻ ശ്രമിക്കാം. ആൻഡ് ടിക്ടോക്കിൽ കാണുന്നവരാണെങ്കിൽ ഫുൾ ലൈവ് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് കടക്കാം. യൂട്യൂബ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ പറയാം, ബിസി ടോക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും. ആൻഡ് വി ഹാവ് ഇൻസ്റ്റഗ്രാം, വി ഹാവ് ഫേസ്ബുക്ക് ഓൾസോ. ഓക്കെ, വേറെ എന്താണ്? വി ആർ ഹ്യൂമൻ ബീയിങ്. ഇസ് ഇറ്റ് പോസിബിൾ ടു ഇഗ്നോർ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട്? യെസ്, ഇഗ്നോർ ചെയ്യുക. പക്ഷേ ഈ ഇഗ്നോർ ചെയ്യുമ്പം റിയാക്ട് ചെയ്യുന്ന ചില ആളുകൾ ചിന്തിക്കും, ഇഗ്നോർ ചെയ്യുമ്പം റിയാക്ടിങ്ങിനേക്കാളും പവറാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പം ഇഗ്നോറിങ്ങിനേക്കാളും വലിയൊരു റിയാക്ഷൻ വേറെ ഇല്ല. നമ്മൾ ഒഴിവാക്കി വിടുമ്പം നമുക്ക് കിട്ടുന്ന സമാധാനം, അതുപോലെ ഓപ്പോസിറ്റ് ആൾക്ക് കിട്ടുന്ന ഇറിറ്റേഷൻ. ടൈം മാനേജ് ചെയ്യുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് പ്രവാസി ലോകത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനും മുകളിലാണെന്നോ മനസ്സിലായില്ല. ഓക്കെ, സോ പ്ലീസ്, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫ്യൂച്ചർ, അതുപോലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്ലാനിങ്സ് നടത്താതിരിക്കുക. ഒരുപാട് ആഗ്രഹം വെച്ചിട്ട്, ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചി നടക്കൂല. ഒരുപാട് ആളുകളോട് ഷെയർ ചെയ്യാതിരിക്കുക. എൻ്റെ ഫ്യൂച്ചർ ഗോൾ ഇതാണ്, ഞാൻ ഇങ്ങനെയാകും, ഇന്ന കാര്യങ്ങൾ ചെയ്യും പറഞ്ഞോ പണിപാളി. കൂടെ ചിരിക്കുന്നവർ പോലും പിറകിൽ നിന്ന് കുത്തുന്നവരാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാതിരിക്കുക. എന്നാൽ ഓരോ ദിവസവും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഗോളിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. ആ സമയം കഠിനമായിട്ട് പരിശ്രമിക്കാം. മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പ്രണയിക്കുന്ന സമയത്താണെങ്കിൽ പാർട്ട്ണറുമായിട്ടൊക്കെ ഭയങ്കര ഫ്യൂച്ചർ പ്ലാനാണ്. ഇടീ കല്യാണം കഴിക്കണം, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അതാവണം, ഇതാവണം, മറ്റേതാവണം, മറിച്ചതാവണം. എന്നിട്ട് അവൾ എവിടെ, അല്ലെങ്കിൽ അവൻ എവിടെ? ആ ഒരു സമയത്ത് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് എന്തായി അവിടെ? ചിലവർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പ്രണയിക്കുന്ന സമയത്ത് എൻ്റെ ഭാവി കാര്യങ്ങൾ, എൻ്റെ പാർട്ട്ണറുടെ കൂടെ ഇങ്ങനെ ചെയ്യുന്നു, പാർട്ട്ണറുടെ കൂടെ അങ്ങനെ ചെയ്യുന്നു, ഭയങ്കര ട്രസ്റ്റാണ്, ഭയങ്കര ലോയലാണ്. പക്ഷേ ആ അടുത്തറിഞ്ഞ 5 വർഷമോ 6 വർഷമോ 7 വർഷമോ 10 വർഷമോ ആവട്ടെ, ഒരു നിമിഷം മതി. മനുഷ്യനാണ്, സ്വഭാവം മാറാം. നല്ലത് പറയുന്നവർ ചീത്തത് പറയാം, ചീത്തത് പറയുന്നവർ നല്ലത് പറയാം. ആ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഡിപ്പെൻഡിങ് യുവർ പാർട്ട്ണർ ആണെങ്കിൽ, ആ ഒരു റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ ഡിപ്രഷനിലേക്ക് മേ ബി 2 പേരും പോകാം, ഫ്യൂച്ചറെ പാളിപ്പോകാം. ചിലപ്പം ഒരാൾ ഡിപ്രഷനിലേക്ക് പോകാം, ഒരാൾ ലൈഫ് ഗോൾസുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അങ്ങനെയും ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട്. സോ ഫ്യൂച്ചർ എന്നൊരു കാര്യം, ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പം, ഭാവി വധുവിനെക്കുറിച്ചുള്ള സങ്കല്പം, ഇതൊന്നും വേണ്ട. അങ്ങനെയുള്ളൊരു ഭാവിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ടൈം വേസ്റ്റാണ്. ഭാവി എന്ന് പറയുമ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, ഇന്ന വർഷം, ഈ വർഷമാണ് എൻ്റെ ടാർഗറ്റ്. എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാനാണ്, നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആ വർഷം ഫോക്കസ് ചെയ്യുക, ഓരോ ദിവസവും എണ്ണി 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 ആ വർഷത്തേക്ക് വേണ്ടിയിട്ട്, ആ ഒരു വർഷം, ആ ഒരു ദിവസത്തെ ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഓരോ ദിവസവും കഠിനമായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബോയ്സിനാണെങ്കിൽ കൂടുതൽ ഫ്യൂച്ചർ ഗോൾസ് ഉണ്ടാക്കുക, കാറ് വാങ്ങണമെന്നുണ്ടാകും, ബിസിനസ് ചെയ്യണമെന്നുണ്ടാകും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. നല്ല നല്ല ജോബ് കിട്ടണമെന്നുണ്ടാകും, പ്രമോഷൻ കിട്ടണമെന്നുണ്ടാകും. ചിലർക്ക് ചില ആളുകളെ അബ്യൂസ് ചെയ്യുന്നതുണ്ടാകും. ഇവർക്ക് ഫ്യൂച്ചറില്ല. ഞാൻ വളരും, എൻ്റെ ലൈവ് വളരും, അപ്പോഴും ഇതുപോലെ വന്ന് കണ്ടിരിക്കാം. ഞാൻ ബ്ലോക്ക് ചെയ്യുന്നില്ല, മ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. ആൻഡ് ബഷീർ, താങ്ക് യു. യെസ് ബഷീർ. ഓക്കെ, ടോപ്പിക് എന്താണ് ബഷീർ? നമ്മുടെ ടോപ്പിക് ഇന്ന് ഫ്യൂച്ചറാണ്. ഓക്കെ, സോ ബഷീർ ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്നൊരു ടോപ്പിക്കുമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ടൈം 11 മണിക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് വി ഡി സതീശൻ, യെസ് വി ഡി സതീശൻ, വെൽക്കം ടു ദ ലൈവ് സെഷൻ. ആൻഡ് അരുൺ, വെൽക്കം ടു ദ ലൈവ് സെഷൻ. ആൻഡ് ബഷീർ, യെസ് നൗഷാദ്. ഓക്കെ, സോ ഫ്യൂച്ചർ എന്ന് പറയുമ്പം ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കുറേ പോയിന്റ്സ് ഉണ്ട്, വളരെ ലളിതമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഈ ഒരു ലൈവ് ഫുള്ള് നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സെർച്ച് ബിസി ടോക്ക് വിത്ത് റാക്ക്. ഓക്കെ, ആൻഡ് ടിക്ടോക്കിൽ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് 10 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ ലൈവ് സെക്ഷൻ. ബിസി ടോക്ക് ഷോയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക് എടുക്കാറുണ്ട്. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് 1 അവർ ഡിസ്കഷനാണ് നടക്കാറ്. ഇവിടെ വാച്ച് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഗസ്റ്റായിട്ട് വന്ന് സംസാരിക്കാം. സംസാരിക്കുന്ന സമയത്ത് ടോക്ക് ഷോയിൽ അന്ന് എടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒപ്പീനിയൻസ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. കമൻറ്റ് ചെയ്യുന്നവരും അത്തരം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ഇന്ന് ഈ ലൈവ് വാച്ച് ചെയ്തതിന് ശേഷം ഇതിൽ ബാഡ് കമൻറ്റ് ഇടുന്നവരും നല്ല കമൻറ്റ് ഇടുന്നവരും നല്ലൊരു ഫ്യൂച്ചർ മുന്നിൽ കാണാം. നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഓരോ സ്വപ്നങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കാം. നിങ്ങളുടെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് വേണ്ടി ആരുമില്ല പരിശ്രമിക്കാൻ. ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഇല്ല, ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫാമിലി ഇല്ല. നിങ്ങളുടെ ഫ്യൂച്ചർ മാത്രമാണ്. സെയിം നിങ്ങൾ ഫ്യൂച്ചറിൽ അതാകും ഇതാകും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ചുമ്മാ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ടോപ്പിക്ക് ഫ്യൂച്ചറാണ് സ്നേഹിതൻ. സംസാരിക്കാൻ ഒരുപാടുണ്ട്, ഇപ്പം ഇല്ല. ഓക്കെ, അടുത്ത ദിവസമാവട്ടെ, അടുത്ത ടോപ്പിക്കിലാവട്ടെ. കമൻറ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ സ്നേഹിതന് ജോയിൻ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്തോളൂ. 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഫ്യൂച്ചർ വയസ്സില്ല, ആഗ്രഹങ്ങൾ മാത്രം. നമ്മൾ മണ്ണിൽ അടിയുന്നത് വരെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ആ വേർഡ് യൂസ് ചെയ്യുന്നതിലൊന്നും തോന്നരുത്. ഈ ലൈവിൽ ബാഡ് കമൻറ്റ് ഇടുന്നവരോടും ഞാൻ ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ മണ്ണിൽ അടിയുന്നത് വരെ, നിങ്ങളുടെ ഈ ഒരു കുത്തിത്തളപ്പ്, ഈ ചാവുന്നത് വരെ നിങ്ങൾക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യും. സ്വർഗം നരകം എന്നൊന്നും ഞാൻ പറയുന്നില്ല. സമാധാനത്തോടു കൂടി അന്ത്യവിശ്രമം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പാപങ്ങളും മണ്ണിൽ അലിയാനുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സ്നേഹിതനുണ്ട്, ലൈവിലോട്ട് വെൽക്കം ചെയ്യാണ്. സ്നേഹിതൻ, വെൽക്കം ടു ദ ലൈവ് സെഷൻ. ഹലോ, നമസ്കാരം. ഇറ്റ്സ് മീ നമസ്കാരം. സുഖം. അപ്പോൾ ടോപ്പിക് എന്ന് വെച്ചാല് എന്താ പറഞ്ഞ ഫ്യൂച്ചർ എന്താ ടോപ്പിക്? എന്തായാലും ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവി അല്ലേ? ഭാവി കാലങ്ങള്, ഇനി വരാൻ പോകുന്ന കാലങ്ങൾ. ഓക്കെ, ഭാവി കാലത്തെ കുറിച്ച് പൊതുവെ സംസാരിക്കാം, താങ്കളുടേതായ ഒപ്പീനിയനിൽ സംസാരിക്കാം. കാരണം ഓരോ വ്യക്തികളും ഭാവിയെ സ്വപ്നം കണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഓരോ ദിവസവും അവൻ എണീക്കുന്നത്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവരുടെ മനസ്സിൽ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
റാക്ക് പറഞ്ഞ പോലെ ആ വളർന്നത് പ്രായോഗികമാകണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇത്തിരി വെയിറ്റ് കൂടിയ സമയത്ത് ഞാൻ ചുമ്മാ എല്ലാവരോടും പറയും നടക്കാൻ പോകുന്നു, ജിമ്മിന് പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എന്നോട് എല്ലാവരും അത് നല്ലതാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അറബി പയ്യൻ എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ 10 വട്ടം പറഞ്ഞുകൊണ്ട് തടി കുറയില്ല, നീ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ട് നീ അത് ചെയ്യണം. കാരണം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണല്ലോ, ഡെയിലി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അതിനു വേണ്ടി ശ്രമിച്ചു. അത് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കത് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരു കാറ് മേടിക്കുക, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം. നമ്മൾ ആഗ്രഹങ്ങൾ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ തന്നെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് ആരും ഒന്നും വന്ന് ചെയ്തു തരാൻ ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ടാവും വായിൽ സ്വർണ്ണക്കരണ്ടിമാരി ജനിച്ചവർ, അവർ അച്ചീവ് ചെയ്യണ ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ആരുടെ ഔദാര്യമാണ്. അവർക്കതിന് വലിയ പ്രശസ്തിയൊന്നും കൊടുക്കാൻ പറ്റൂല. സ്വന്തം കഴിവ് കൊണ്ട് നമ്മളൊരു കാര്യം നേടിയെടുത്താൽ നമുക്ക് അതിന് ഇരുന്ന് നമുക്ക് സ്വയം അത് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങളൊരു ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു മനസ്സിന്റെ തൃപ്തി ഉണ്ടല്ലോ, അത് മറ്റൊരാൾ തന്ന കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടൂല. അതിന്റെ ഒരു 100% കിട്ടൂല. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭാവിയെ മുൻനിർത്തി ചെയ്യുമ്പോൾ നമ്മുടെ പരിശ്രമം, കഠിനാധ്വാനം തന്നെയാണ് നമ്മുടെ റിസൾട്ട്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ട, അതിനിടക്ക് മരിച്ചു പോവും, അതിനുള്ളിൽ ഇപ്പം എന്ത് ചെയ്താലും മരിച്ചു പോകില്ല എന്നുള്ളത്. എല്ലാവരും മരിച്ചു പോവും. പക്ഷേ ഈ ജനനം മുതൽ മരണം വരെ ജീവിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു കർമ്മഫലമുണ്ട്. ആ കർമ്മഫലത്തിന്റെ ബാലൻസ് ഷീറ്റ് ദൈവം ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു റെഡ് ലൈൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അത് വളരെ ക്ലീൻ ആയിട്ട് തന്നെ അത് വായിക്കുന്നവർക്ക് വായിക്കാൻ വേണ്ടി മാത്രം വളരെ ലളിതമായിട്ട് കൊണ്ടുനടക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളത് പരിശ്രമിച്ച് ജയം കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവർക്കും ആഗ്രഹങ്ങൾ സഫലമാവട്ടെ. ഇത്ര മാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. താങ്ക് യു ഡിയർ, താങ്ക് യു സ്നേഹിതൻ, താങ്ക് യു. ഓക്കെ, സോ ബൈ. അതുപോലെ ഞാൻ വീണ്ടും ഒരു റെസ്ട്രിക്ഷൻ പറയുകയാണ്. ആസ് എ ഹോസ്റ്റ്, ഞാനാണ് ഇവിടെ ഹോസ്റ്റ്. ഞാൻ വളരെ ലളിതമായി എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കോ വാ തുറന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാൻ പറ്റൂല. ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുന്ന മാന്യന്മാരോട് പറയാണ് ഗെറ്റ് ഔട്ട്. എൻ്റെ ലൈവ് ഞാൻ നിയന്ത്രിക്കാം. ഓക്കെ, ആരോടാ പറഞ്ഞെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാക്കാം. വെൽക്കം ടു ദ ലൈവ് സെഷൻ വിത്ത് മാനേഴ്സ് ഓൺലി. ഐ ഡോണ്ട് നീഡ് യുവർ ഗിഫ്റ്റ്. എനിക്ക് മാനേഴ്സാണ് വേണ്ടത്. നിങ്ങളെ കണ്ടാൽ അറിയാം, നിങ്ങളൊരു ലൈവിലും പോയിട്ട് ഗിഫ്റ്റ് അടിക്കുന്ന ആളല്ല. ഗിഫ്റ്റ് അടിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടത് മാനേഴ്സാണ്. ഞാൻ അതാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് നോട്ട് ലൈക്ക് നോർമൽ എല്ലായിടത്തിലും കാണുന്ന പോലത്തെ ലൈവ് അല്ല. ടാപ്പ് ഗൈസ്, ഗിഫ്റ്റ് ഗൈസ്, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ശാന്തി, സമാധാനം. ഓക്കെ, സോ അമൃതരാജ് ഗുഡ് കമൻ്റാണ്. നൗഷാദ് എനിക്ക് മനസ്സിലായി. ആൻഡ് യെസ്, ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും പറയാണ്, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ഞാൻ ബിസിയാണ്, നിങ്ങൾ ബിസിയാണ്. മറ്റൊരാളുടെ സമയം വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പെർമിഷനില്ല. എൻ്റെ സമയം ഞാനിവിടെ വന്ന് ലൈവ് ചെയ്യുന്നു. ഞാൻ വെറുതെ ഇരിക്കുക എന്നല്ല അർത്ഥം. ഡെയിലി 10 മണി മുതൽ 11 മണി വരെ മാത്രം വന്ന് ലൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വെറുതെ ഇരിക്കുക എന്നല്ല. എൻ്റെ മറ്റു വേണ്ടപ്പെട്ട കാര്യങ്ങൾ പോലും ഈ സമയം മാറ്റി വെച്ച് ഞാൻ ഇവിടെ വന്ന് ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ഫ്യൂച്ചർ ഗോൾ. എനിക്കൊരു ഫ്യൂച്ചർ ഗോൾ ഉണ്ട്. മറ്റു ഹോസ്റ്റുകളെ പോലെ തോന്നുമ്പോൾ ഞാൻ ലൈവ് ഇടാറില്ല. എൻ്റെ ഫോളോവേഴ്സിന് അതറിയാം. ഞാൻ ലൈവ് ഇടുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോഗ്രാം സ്റ്റൈലാണ്. സോ ഈ ഒരു ടൈം എൻ്റെ ടൈം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെച്ച സമയം മാത്രമാണത്. ഈ ഒരു പ്രോഗ്രാം 1 hour കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ മൊത്തം ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് പിന്നെയും നമുക്ക് റീപോസ്റ്റ് ചെയ്ത് ആ ഒരു പേരിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങി, ഫേസ്ബുക്ക് തുടങ്ങി, യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടൈമിനെ വേസ്റ്റ് ചെയ്യല്ല. ഞാൻ ഹോസ്റ്റാണ്, മാന്യന്മാരോടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ബ്രദേഴ്സ് പ്ലീസ്. ഓക്കെ, സോ യെസ്, താങ്ക് യു ഡിയർ ബഷീർ ആൻഡ് മുറാദ്. ചീത്ത പറയാൻ പോലുമുള്ള നമ്മൾ
എനിക്ക് എക്സ്ട്രാ ടോക്ക് ഇഷ്ടമല്ല. എൻ്റെ ലൈവ് സെക്ഷനിൽ പ്രത്യേകിച്ച് അതിനർത്ഥം ഞാൻ മാന്യതയുള്ള ഒരാളാണെന്നല്ല. ഞാൻ വളരെ നല്ല രീതിയിൽ എനിക്ക് തെറി പറയാൻ അറിയുന്ന ഒരാളാണ്, തെറി പറയുന്ന ഒരാളാണ്. ബട്ട് ഇറ്റ്സ് മൈ ഷോ. ഐ എം റെസ്പെക്റ്റിംഗ് മൈ ടൈം. ഐ എം റെസ്പെക്റ്റിംഗ് ദിസ് ഷോ. ഐ വാണ്ട് ടു ഡെവലപ്പ്. ഇതൊരു ഷോ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം, അല്ലാതെ അസഭ്യ വാക്കുകൾ വർഷിക്കുന്ന ഒരു ലൈവായിട്ടല്ല ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, താങ്ക് യു ഡിയർ. എന്താണ് പറയൂ ലക്കി ബോയ്. So, myself Rak, I am from India, Kerala. This live session we can call BC Talk. 10:53 ആയി. 11 മണി കറക്റ്റ് ആകുമ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യും. സോ 11 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ലൈവിലുള്ള ടോപ്പിക്ക് ഫ്യൂച്ചർ ആയിരുന്നു. ഇനി ഞാൻ എൻ്റെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാവി പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നില്ല. എൻ്റെ ഭൂതകാലത്ത് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഫ്യൂച്ചർ, അതായത് സ്റ്റിൽ എൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ച് സംസാരിക്കാം. കാരണം എൻ്റെ ഫ്യൂച്ചർ ഗോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ പരിഹസിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല എന്നുള്ളൊരു ചിന്താഗതി കൂടെ ഉണ്ട്. എന്നാലും എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ ഭാവി എന്താണെന്നുള്ളത് ഭൂതകാലത്ത് പണ്ട് 10ാം ക്ലാസ് വരെ എനിക്ക് ഒരു രീതിയിലുള്ള എയിം ഇല്ല, ഫ്യൂച്ചർ ഇല്ല, ഒന്നുമില്ല. +1 +2 ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം 10ാം ക്ലാസ് വരെ ഒരു ചിന്തയില്ലാത്ത എനിക്ക് മാർക്ക് കുറവായിരുന്നു. +1 +2 എത്തിയപ്പം എനിക്ക് ആഗ്രഹിച്ച ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, വെറ്റിനറി ഡോക്ടർ ആവണമെന്ന്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ സയൻസ് എടുക്കണമായിരുന്നു. സയൻസ് എടുക്കാനുള്ള മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫ്യൂച്ചർ ഏകദേശം അവിടെ സ്പോയിലായി. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ +1 +2 എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പഠിച്ചു തുടങ്ങി, ചിന്തിച്ചു തുടങ്ങി, നല്ല രീതിയിൽ ആഗ്രഹങ്ങൾ കണ്ടു തുടങ്ങി, സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ പാരൻസ് ഡിസൈഡ് ചെയ്തു, ഞങ്ങളുടെ ടിപ്പിക്കൽ മല്ലു കൾച്ചറിൽ ഇന്ന ഏജ് ആകുമ്പോൾ മാരേജ് ചെയ്യണം, നോട്ട് നീഡ് ടു സ്റ്റഡി മോർ. ഡിഗ്രി പഠിക്കാൻ ജോയിൻ ചെയ്തു. അതേസമയം സ്വപ്നങ്ങളില്ലായിരുന്നു. ഈ എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ്സായി കെട്ടിച്ചു വിടുമല്ലോ. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അടുക്കള പോയിരിക്കാനോ? ഡിഗ്രി 2nd ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഡിഗ്രി 2nd ഇയറിൽ പഠിക്കുമ്പോൾ ഐ എം നോട്ട് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി. പഠിക്കണം തോന്നിയിട്ടില്ല. വീട്ടമ്മയാവാൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ഈ ലൈവ് നിങ്ങൾ കാണും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. സ്വപ്നങ്ങളില്ലാത്ത, ഭാവിയെക്കുറിച്ചിട്ട് ഒരു രീതിയിലുള്ള സ്വപ്നങ്ങളും ഇല്ലാത്ത ഡിപ്പെൻഡിങ് വുമൺസ്, ഫെമിനിസ്റ്റ് ആണെന്ന് തോന്നരുത്, ഡിപ്പെൻഡിങ് വുമൺസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ലൈഫ് ആഫ്റ്റർ ഡിവോഴ്സ് 0, ബിഗ് 0, വട്ടപൂജ്യം. കയ്യിൽ കാശില്ല, എഡ്യൂക്കേഷൻ ഇല്ല, ജോബില്ല, ഒരു തേങ്ങയും ഇല്ല. നിങ്ങൾ ഇങ്ങനെ കാണുന്ന ഈ റാക്കിൻ്റെ ഈ ഒരു കോൺഫിഡൻസ് ഇല്ല, ഈ ഒരു ലുക്കില്ല. ഈവൻ ലൈക്ക് നിങ്ങൾ പോലും എന്നെ കണ്ടിട്ടുണ്ട് തിരിച്ചറിയാത്ത കോലം. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും അടക്കം എൻ്റെ പാസ്റ്റ് ഫോട്ടോസ് ലോഡ് ചെയ്തിട്ടുണ്ട്, ഫക്ക് മൈ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ അത് കണ്ടാൽ മനസ്സിലാക്കും. ആ ഒരു വുമൺ അന്ന് കണ്ട സ്വപ്നങ്ങൾ, ഓരോരോ സ്റ്റെപ്സ് മുന്നോട്ടേക്ക് വെക്കുമ്പം വന്നിരുന്ന ടോർച്ചറിങ്, പരിഹാസം, ഇതുപോലെ നിങ്ങളുടെ ബാഡ് കമൻറ്റ്സ് വരുന്ന ഇതിൻ്റെ ഡബിൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടൊരു വുമണാണ്. ഇറ്റ്സ് ഓൺലി മോട്ടിവേഷൻ. ചൊറിയുന്നവർ മാറി നിന്ന് ചൊറിയട്ടെ. പക്ഷേ ഗോൾസ്, എപ്പോഴും സ്വപ്നം കാണുന്ന ഗോൾസ്. എന്ത് അസുഖം ഉണ്ടെങ്കിലും, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാലൊടിഞ്ഞ് കിടന്നാൽ പോലും ലൈവ് ചെയ്യണം. ബിക്കോസ് ദിസ് ഈസ് മൈ ടൈം. ഐ എം ഇൻവെസ്റ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ ഗോൾസ്. ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നത് വരെ നമ്മുടെ ഉള്ളിലുള്ള എനർജി, ദ ഇൻസൈഡ് എനർജി, ഈ എനർജി ഉണ്ടെങ്കിൽ ഒരുത്തിക്കും തളർത്താൻ പറ്റൂല. വേറൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ചെയ്തൊരു കാര്യം, എൻ്റെ വാട്സപ്പ് ബയോ, എൻ്റെ ഫേസ്ബുക്ക് ബയോ ഫസ്റ്റ് ഞാൻ എഴുതി വെക്കും. ഐ വാണ്ട് ടു ബി ദിസ്. അങ്ങനെ ഞാൻ എഴുതി വെച്ചു. ഐ വാണ്ട് ടു ബി എ ആർ ജെ എഴുതി വെച്ചു. വിത്തിൻ 1 ഇയർ ആ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തു. ഡെയിലി കാണുക, കുറേ ആളുകളുടെ ചോദ്യം വരുന്നുണ്ട്, നീ ആർ ജെ ആണോ? ഇത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രഷർ, ഐ നീഡ് ദ പ്രഷർ. സെയിം ടൈം ഞാൻ എനിക്ക് തന്നെ ടാർഗറ്റ് വെച്ച് തുടങ്ങി. ആർ ജെ ആയതിനു ശേഷം ഞാൻ 2ാമത് പുട്ട് ചെയ്തു VJ, അച്ചീവ്ഡ്. DJ ആണ് എൻ്റെ അടുത്ത ഗോള്.
DJ ഞാൻ ഓൾറെഡി എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഐ നെവർ അച്ചീവ്. ഐ വാണ്ട് ടു ബി എ DJ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫ്യൂച്ചർ ഗോൾസ് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചോ. ഫ്രണ്ട്സ് കാണട്ടെ, പരിഹസിക്കട്ടെ. ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് നന്നാവണം എന്നുള്ളതല്ല ചിന്ത. എൻ്റെ ന്യൂ ഇയറിൽ 11 മണിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതെൻ്റെ അനദർ ഫോണാണ്. ഈ ഒരു ഫോണിൽ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻ ചെയ്യുമ്പം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് എൻ്റെ 12 ഗോൾസാണ്. പുതിയൊരു വർഷം വരുമ്പോൾ 12 ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യണം. അതിൽ 3 ഗോൾസ് ഓൾറെഡി അച്ചീവ് ചെയ്തു. ബാക്കിയുള്ളത് ഓൺ ദ വേ. ഓക്കെ, സോ അഗെയിൻ എല്ലാവരുടെ പറയാണ്, നിങ്ങളുടെ കമൻസ് എല്ലാം എനിക്ക് വാല്യുബിൾ ആയിരുന്നു. ബട്ട് വൺസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഖം നോക്കി സംസാരിക്കുമ്പോൾ ഇതൊരു ടിക്ടോക്ക് ലൈവ് ആണെങ്കിൽ കൂടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്, വാട്സപ്പിൽ ഇടുന്നുണ്ട്. കമൻസ് എല്ലാം കാണുക, എൻ്റെ മുഖം കാണുന്നത്. സോ ഐ നീഡ് ടു ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾസ്. കൂടുതൽ ഗസ്റ്റ് വരാൻ വേണ്ടി ശ്രമിക്കാം. താഴെ നോക്കി കമൻറ്റ് തന്നെ വായിച്ചുകൊണ്ടിരുന്നാൽ ബോറായിരിക്കും. പെട്ടെന്ന് കമൻസ് വായിക്കാം. ഓക്കെ, തമിഴ്. ഓക്കെ, ശരി. ടോപ്പിക്ക് കഴിഞ്ഞു ഡിയർ. നമുക്ക് ഗുഡ് നൈറ്റ് പറയാനായിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക് ഇന്ന് ഇതായിരുന്നു. നമ്മുടെ ടോപ്പിക് ഇന്ന് ഫ്യൂച്ചർ ആയിരുന്നു. എൻ്റെ ഫ്യൂച്ചർ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡിയർ. താങ്ക് യു. എല്ലാ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഡിവോഴ്സാണ്, സിംഗിൾ മം ആണ്. ഓക്കെ, പുതിയ ഹസ്ബൻഡ് അധികം വേഗത ലോഡ് ചെയ്യുന്നതാണ്. എനിവേ, അത് ഹിഡൻ സീക്രറ്റ് ഞാൻ എല്ലാവരുടെയും ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തോട്ട് ഈ ഒരു സമയത്തോട്ട് വിട പറയാണ്. ഐ ആം എ സിംഗിൾ മം മോർ ദാൻ 8 years. ഓക്കെ, എൻ്റെ മോൾക്ക് ഇപ്പോൾ 9 വയസ്സാണ്. 8 വർഷമായിട്ടൊരു സിംഗിൾ മം ആണ്. ദാറ്റ്സ് പവർഫുൾ ലേഡി. നോ ബോയ്സ് താഴെ ഇടാൻ പറ്റൂല. അതിനർത്ഥം ഫെമിനിസ്റ്റ് എന്നല്ല. ഇതുപോലുള്ള ഇതിലും വലിയ ദുരന്തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ കമൻറ്റിങ്, താങ്ക് യു ഫോർ ഷെയറിങ്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്ക്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.